സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിൽ നിന്നും സർക്കാരിനെ തടയണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. വിവരങ്ങൾ രേഷ്മ ബാബു നൽകും. രേഷ്മ, നിലവിൽ ഈ അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ നടത്തുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി ഇത് അയ്യപ്പ ഭക്ത സംഗമമല്ല, മറിച്ച് നിരീശ്വരവാദികൾ പമ്പാമണപ്പുറത്ത് ഒത്തുകൂടുകയാണ്, ശബരിമല ക്ഷേത്രത്തെ തകർക്കുകയും അതിലൂടെ സാമ്പത്തിക ലാഭവുമാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഉദ്ദേശം എന്ന വിമർശനം ഹൈന്ദവ സംഘടനകളുടെയും ഭക്തജനങ്ങളുടെയും ഭാഗത്തു നിന്നും വളരെയധികം ശക്തമാകുന്ന ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊരു ഹർജി കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നത്. രേഷ്മ, അതായത് രണ്ട് ഹർജികളാണ് ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. ആ രണ്ട് ഹർജികളിൽ ഒന്ന് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ആ ഹർജികളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് സർക്കാരിനെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിൽ നിന്ന് തടയണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യാതൊരു ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ട് ചെലവഴിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരരുത്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്നുള്ളതാണ് മറ്റൊരാവശ്യമായിട്ട് ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 3 പേരാണ് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. 2 കോട്ടയം സ്വദേശികളും പിന്നെ ഒരു ഹൈന്ദവിയും ട്രസ്റ്റ്, അതായത് ഹൈന്ദവി ഫൗണ്ടേഷൻ എന്ന ഒരു ട്രസ്റ്റുമാണ് ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുള്ളത്. ഈ ഹർജികളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് മതേതര മൂല്യങ്ങൾ അല്ലെങ്കിൽ മതേതര വാദം ഉന്നയിക്കുന്ന ഒരു സർക്കാർ തന്നെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് അത് ഭരണഘടനാ ലംഘനമാണെന്നുള്ളൊരു വാദമാണ് ഈ ഹർജിക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ വേണമെന്നും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിന്റെ മുന്നിലേക്കാണ് ഈ പ്രസ്തുത 2 ഹർജികളും എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ഒരു വിശദീകരണം തേടിക്കൊണ്ടുള്ള, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, സംസ്ഥാന സർക്കാർ ഈ എതിർകക്ഷികളോട് വിശദീകരണം തേടിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കായിരിക്കും ഹൈക്കോടതി കടക്കുക. അവിശ്വാസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു തട്ടിപ്പ് കൂടിയുണ്ട് എന്നുള്ള ഒരു വാദം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഹൈന്ദവ സംഘടനകൾ സമാനമായിട്ടുള്ള വാദം നേരത്തെ തന്നെ ഉന്നയിച്ചൊരു അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു ഹർജിയിലും ഈ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി എടുക്കുന്ന നിലപാട് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ കൊച്ചിൻ തിരുവിതാംകൂർ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമം അത് പരിപാലിക്കപ്പെടേണ്ട ഉത്തരവാദിത്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ബോർഡിനെ വലിച്ചിഴയ്ക്കുകയാണ്. അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നുള്ളതാണ് ഈ ഹർജിയിലെ ആവശ്യം. എന്തായാലും ഇന്ന് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ മുന്നിലേക്ക് ഈ ഹർജി എത്തുമ്പോൾ എന്താണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറെ പ്രസക്തമായിട്ട് മാറുക. എന്തായാലും ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയം ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നത്.